പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധിതരംഗ तब शुभ नामे जावे तब शुभ आशीष मागे धावे तब जय दादा जनगण मंगलदायक जय गे भारत भाग्य विधाता जय गे जय गे जय गे जय 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 गे സ്വതന്ത്ര ഭാരത വിശാലഹർമ്മ്യം സുന്ദരമാക്കും നവകർമ്മം ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ ഈ പുണ്യദിനത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ വെടിയർപ്പിച്ച ഈ രക്തസാക്ഷികളെയും നമുക്ക് സ്മരിക്കാം. ഇതേ സമയം ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം മറ്റൊരു പുണ്യദിനം കൂടിയാണ്. സമർപ്പണത്തിന്റെ പ്രതീകമായ പരിശുദ്ധ മാതാവിന്റെ സ്വർഗ്ഗാരോഹണത്തിനാണ്. അമ്മയുടെ ജീവിതം വിശ്വാസികൾക്കും ഓരോരുത്തർക്കും പ്രതീക്ഷയുടെയും ആത്മീയ സ്വാതന്ത്ര്യത്തിന്റെയും പാതയാണ് കാണിച്ചു തരുന്നത്. ഇങ്ങനെ ആത്മീയവും ഭൗതികവുമായ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷമാണ് ഇന്ന് നമ്മൾ ഇവിടെ ആഘോഷിക്കുക. സ്വാതന്ത്ര്യം എന്നത് ഭൗതികമായ സ്വാതന്ത്ര്യം മാത്രമല്ല, ഒരു മാനസിക അവസ്ഥ കൂടിയാണ്. ഭാരതത്തിന് ലഭിച്ച രാഷ്ട്രീയ സ്വാതന്ത്ര്യവും മാതാവിന് ലഭിച്ച ആത്മീയ സ്വാതന്ത്ര്യവും ഒരേ സമയം അർപ്പിക്കുന്ന ഈ ദിവസം വളരെയധികം പ്രാധാന്യം അർപ്പിക്കുന്നു. നമ്മുടെ ഇടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിന്റെ ദിവസമാണിന്ന്. 6, 10, 11 എന്നീ ക്ലാസ്സുകളിലെ കുട്ടികൾ അണിയിച്ചൊരുക്കുന്ന വിവിധ കലാരംഗങ്ങളിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് അധ്യക്ഷസ്ഥാനം വഹിച്ച് സംസാരിക്കുന്ന സൺഡേ സ്കൂളിന്റെ ഡയറക്ടർ ഞങ്ങളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ജോഷി അച്ഛനെ ഒത്തിരി സന്തോഷത്തോടെ ഏവർക്കും വേണ്ടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ മഹനീയ വേദിയിലേക്ക് നമ്മൾ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന
ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന റിട്ടയർഡ് സൈനികനായ ബഹുമാനപ്പെട്ട ജെയ്സൺ പുരോഗി സാറിനെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഒന്ന് ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ യോഗത്തിന് ആശംസ അറിയിച്ച് സംസാരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട രതീഷ് സാറിനെ ഈ യോഗത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ കലാവിരുന്നുകൾ ഒരുക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ട അധ്യാപകരെയും സിസ്റ്റേഴ്സിനെയും മാതാപിതാക്കളെയും ഓരോരുത്തരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെയും മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിന്റെയും പ്രാർത്ഥനയും മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ജോഷിയെ ചെയ്ത് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെയും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിന്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. ഇന്ന് കുഞ്ഞുമക്കളെല്ലാവരും കൂടി ഒരുമിച്ച് ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണെന്ന് ആഘോഷിക്കുന്നത് 79ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. നൂറ്റാണ്ടുകളോളം നമ്മുടെ ഭാരതം ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലായിരുന്നു. ആ അടിമത്തത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ പ്രകാശത്തിലേക്ക് വന്നിട്ട് 79 വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള അവസ്ഥകളൊക്കെ നമ്മൾ പലപ്പോഴും ചരിത്ര പുസ്തകങ്ങളിലൂടെയും സിനിമകളിലൂടെയൊക്കെ കണ്ടിട്ടുള്ള പരിചയമാണ് നമുക്കുള്ളത്. നമ്മുടെ മഹാത്മാക്കളായ വ്യക്തികൾ എത്രമാത്രം ത്യാഗവും എത്രമാത്രം കഷ്ടപ്പാടുമെല്ലാം അനുഭവിച്ചാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത് എന്നാണ് ചിന്തിക്കുമ്പോൾ നാം എല്ലാം യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണോ എന്നൊന്ന് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഇന്ന് നമ്മൾ പലതരത്തിലുള്ള അടിമത്തങ്ങളുടെ അവസ്ഥകളിലെല്ലാം കടന്നു പോവുകയാണ്. ഈശോ പറയുന്നത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പോൾ സത്യമാണ് നമ്മെ സ്വതന്ത്രരാക്കുക. എന്താണ് സത്യം എന്ന് ഈശോ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വഴിയും സത്യവും ജീവനും ഞാനാണ്. അപ്പൊ യേശുവാണ് യഥാർത്ഥ സത്യം. അപ്പോൾ ഈശോയെ സ്വന്തമാക്കുന്നവരാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ. പരിശുദ്ധ അമ്മ ഈശോയെ സ്വന്തമാക്കി കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നത്. യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് നൽകാനായിട്ട് സാധിക്കുന്ന ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ സ്വാതന്ത്ര്യത്തിന്റെ ഫലങ്ങളാണ് സന്തോഷവും സ്നേഹവും സമാധാനവും എല്ലാം. നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ എൻ്റെ അടുത്തുള്ളത് എൻ്റെ സഹോദരനാണ് എന്ന ആ ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ, തിന്മകളിൽ നിന്ന് നമ്മൾ മോചനം നേടുമ്പോൾ, നമ്മുടെ പലതരത്തിലുള്ള സ്വാർത്ഥപരമായ ചിന്തകൾ അതുപോലെ തന്നെ ജീവിത ശൈലികൾ അതിൽ നിന്നെല്ലാം മുക്തി പ്രാപിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുക. നമുക്കുള്ളത് മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ആ അനുഭവത്തിലേക്ക് കടന്നു വരിക. അപ്പോൾ ഈ അവസരത്തിൽ നിങ്ങളെല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പ്രത്യേകമായി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടുന്ന അല്ലെങ്കിൽ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാരെയൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ അവരെല്ലാം പ്രതിനിധിയായിട്ട് നമ്മുടെ ജയിസാറിനെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുകയും അദ്ദേഹത്തെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുകയും ചെയ്യാം. അതുകൂടാതെ ഇന്ന് ഈ വേദിയിൽ ഇത്തരം ഒരു അവസരങ്ങൾ നിങ്ങൾ നൽകിയ സ്നേഹാദരങ്ങൾക്ക് ഹൃദയത്തിന്റെ പ്രാർത്ഥന അതിന് തന്നെ നന്ദി പറയാനാണ്. ഒരു 2 വാക്ക് പറഞ്ഞുകൊള്ളാം. ഇവിടെ മുതിർന്നവരാണ് കൊച്ചുമക്കൾക്ക് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. സ്വാതന്ത്ര്യം ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് കിട്ടി നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നാളെ ഈ പഠനം കഴിഞ്ഞ് ഉന്നത പഠനങ്ങളൊക്കെ ആയി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാസലഹരി
അനീതിയുടെയും പലവിധ കെണികളുമായി കാത്തിരിക്കുന്ന മറ്റൊരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. അതിനോട് നോ പറയാനുള്ള ശക്തമായ ഒരു സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോലും നമ്മളത് ആർജിക്കേണ്ടതുണ്ട്. കൂടാതെ നമ്മുടെ മാതാപിതാക്കളെ നമ്മളെപ്പോഴും അവരെ കരുതോടെയിരിക്കും. കാരണം ഇപ്പോഴത്തെ നമ്മളെയൊക്കെ ഒരു 12ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ സ്വതന്ത്രരായി നമ്മൾ വിടണം നമ്മുടെ ചിന്ത. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ പുറപ്പെട്ട ലക്ഷ്യസ്ഥാനത്തെത്തുന്നവരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തോ പഠന സ്ഥലത്തോ തിരിച്ച് നിങ്ങളുടെ വീടുകളിൽ എത്തുന്നവരെയോ ആദ്യയോടെ ഉറക്കം വെച്ചിരിക്കാതിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇത് വാക്കുകളേക്കുള്ളൂ. നമ്മുടെ ചുറ്റും പ്രത്യേകിച്ച് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയൊക്കെ ചതിക്കുഴികളിലാക്കി പല വിധത്തിലും പ്രലോഭിച്ചുകൊണ്ട് പോകുവാനുള്ള ഒരു ശൃംഖല നമുക്ക് പുറത്ത് കാത്തിരിപ്പുണ്ടെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അതിനെതിരെ നോ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. നിങ്ങൾ ഇന്ന് എന്നെ ഈ വേദിയിൽ വിളിച്ചതിന് നന്ദി പറയുന്നു. നിങ്ങൾ തരുന്ന യാതൊരു ഒരുപക്ഷെ ഇന്ത്യയിലെ മുഴുവൻ സൈനികർക്കും വിരമിച്ച സൈനികർക്കുമായി സമർപ്പിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അറിയിക്കുന്നതായി നമ്മുടെ ഹെഡ് മാസ്റ്റർ രവീന്ദ്ര സാറിനെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട ജോഷിയച്ച, നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ജേസൺ പോലൂർ സാർ, സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമുക്കറിയാം നമ്മൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഭാരതത്തിന്റെ 79ാം സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണത്തിന്റെ തിരുനാൾ കൂടി നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. അതിന്റെ അനുസ്മരണവും ആഘോഷവുമാണ് നമ്മൾ ഇവിടെ നടത്തുക. ഈ അവസരത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെയും അതുപോലെ തന്നെ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിന്റെയും മംഗളങ്ങൾ ആശംസിക്കുന്നു. നമുക്കറിയാം എന്താണ് ഈ സ്വാതന്ത്ര്യം എന്ന് ചിന്തിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഭരണഘടനയിൽ പറയുക മറ്റുള്ളവർക്ക് ഹാനികരമാകാത്ത എന്തും ചെയ്യാനുള്ള അവകാശമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുക. എന്തും ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യത്തിലൂടെ അവകാശം കിട്ടിയിട്ടില്ല. മറ്റുള്ളവരെ ഉപദ്രവമാകാത്ത എന്ത് കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് ഉള്ള അവകാശമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുക. അപ്പൊ നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികൾ എന്തുമാത്രം ആളുകളുടെ ജീവന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ ഫലമാണ് സ്വാതന്ത്ര്യം എന്ന് നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ അനുസ്മരിക്കുകയും അവരെ ഓർക്കുകയൊക്കെ ചെയ്യണം. കാരണം ഏകദേശം ഒരു 190 വർഷം ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. 1857 മുതൽ 1947 വരെ ഇന്ത്യ ബ്രിട്ടീഷുകാരാണ് ഭരിച്ചത്. അവർ നമ്മുടെ രാജ്യത്തെ സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും ഒക്കെ ചൂഷണം ചെയ്തു. അതിനെതിരെ പോരാടിയ ഒരുപാട് വ്യക്തികൾ കേരളത്തിലും വയനാട്ടിലും ഇന്ത്യയിലും എല്ലാം ഉണ്ട്. വയനാട്ടിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ധാരാളം സമരങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള മലബാർ കലാപം, മാപ്പിള കലാപം, അതിന്റെ ഭാഗമായി നടന്ന വാഗൺ ട്രാജഡി, അതുപോലെ ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ നടക്കുകയുണ്ടായി. അപ്പൊ കേരളത്തിലും ഇന്ത്യയിലുള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ നൽകിയ ജീവന്റെ വിലയാണ് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയും അവരെയൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ജീവത്യാഗം ചെയ്ത എല്ലാവരെയും ഓർക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അതോടൊപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഏർപ്പെട്ടവരും ഇപ്പോഴുള്ളവരുമായ വ്യക്തികളെയൊക്കെ ഓർക്കുന്നു. ഏകദേശം 9 സൈനികരാണ് നമ്മുടെ ഇടവകയിൽ നിന്ന് നിലവില് സൈനിക ജോലികളിൽ ഇപ്പോൾ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ വിരമിക്കുകയോ ചെയ്തിട്ടുള്ളത്. അവരുടെ പ്രതിനിധിയായിട്ടാണ് ഇന്ന് ജേസൺ സാറ് ഇവിടെ എത്തിയത്. ഇന്ന് നമ്മൾ അദ്ദേഹത്തെയും അതോടൊപ്പം 2012 നക്സലൈറ്റ് ആക്രമണത്തിൽ മരണപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പുത്തൻപുരയ്ക്ക് PK ഷിബു എന്ന് പറയുന്ന ഒരു സൈനികനുണ്ട്. നമ്മുടെ ഇടവകയിലെ നമ്മുടെ സൺഡേ സ്കൂളിലെ പുത്തൻപുരയ്ക്ക് ആശോണിന്റെ പിതാവാണ്. അദ്ദേഹം 2012 അദ്ദേഹം നക്സലൈറ്റ് ആക്രമണത്തിൽ ജീവത്യാഗം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവര് എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും സുരക്ഷിതമായി നമുക്ക് വേണ്ട സ്വാതന്ത്ര്യവും സമാധാനമൊക്കെ തരുന്ന എല്ലാ സൈനികരെയും നമ്മുടെ ഭരണാധികാരികളെയും ഒക്കെ അനുസ്മരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന്റെയും സർക്കാരിന്റെയും മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. അടുത്തതായി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി അന്ന റെജി ചെറിയതിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛ, പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ രവീന്ദ്ര, മുൻ സൈനികരായി നമ്മുടെ ഇടവകയിൽ സേവനം
ഈശോ പറയുന്നത് ചെയ്യാം, സ്നേഹത്തിൽ നിന്ന് പുലർത്തുന്ന അതിഥിയാകേണ്ട